അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൈസ്മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, പരിശുദ്ധമായ ദുൽഹിജ്ജ കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക്, മുഹറം മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സമയത്ത് മുസ്ലിമുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമിന്റെയും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയൊരു വർഷത്തിലേക്ക് ചുവടുവെക്കലോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തിലേക്കുള്ള ദൂരം ഒന്നുകൂടി അടുത്തു എന്ന് വേണം പറയാൻ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുതുവത്സരം എന്ന് പറയുന്നത് അത് ജനുവരി അല്ല, മറിച്ച് മുഹറം മാസമാണ്. ആ മുഹറം മാസം കടന്നു വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായിട്ടുള്ള ദോഷങ്ങൾ, അത് അള്ളാഹുവിനോട് പാപമോചനം തേടി പ്രാർത്ഥിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള സമയം കൂടിയാണ് ഓരോ പുതുവത്സര രാവുകളും. കൂടുതൽ നീട്ടി സംസാരിക്കാതെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മുഹറം 1 നമ്മൾ ചെയ്യേണ്ട വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, മുഹറം 1 ആരെങ്കിലും 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ പരിശുദ്ധമായ ആയത്തിലെ 19 അക്ഷരങ്ങൾ വേർതിരിച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ രൂപത്തിൽ 113 പ്രാവശ്യം എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ, ഇനിയുള്ള ജീവിതത്തിൽ അവന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. നിഹായത്തുൽ അമൽ, നിഅയത്തുൽ ബിദായാത്ത് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇങ്ങനെ 113 പ്രാവശ്യം ബിസ്മി ഈ ഒരു രൂപത്തിൽ എഴുതി സൂക്ഷിച്ച ആളുകൾക്ക് അവർക്ക് ഇത്തരത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായ അനുഭവങ്ങളുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഹറം 1 പ്രത്യേകമായിട്ടുള്ള ഈ ഒരു അമൽ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല പരിശുദ്ധമായ മുഹറം വരുമ്പോ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാതെ ഇസ്സത്തോടുകൂടി ജീവിച്ച്, അതുപോലെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖിങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.